ഈ എച്ച് സി എഫും എൽ സി എമ്മും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അപ്പോൾ എ ബി രണ്ട് ഇൻറ്റിജേഴ്സ് ആണെന്ന് കരുതുക. എ ബി രണ്ട് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ എച്ച് സി എഫിനെ എൽ സി എം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് എ ഇൻറ്റു ബി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എച്ച് സി എഫ് ഓഫ് എ ബി ഇൻറ്റു എൽ സി എം ഓഫ് എ ബി ഈക്വൽസ് എ ഇൻറ്റു ബി. ഇത് വെച്ച് ഇത് ഏത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോൾ എച്ച് സി എഫ് ആണ് കാണണമെന്ന് കരുതുക. എ ബിയുടെ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ബൈ എൽ സി എം എ ബി. എ ബി രണ്ട് ഇൻറ്റിജേഴ്സ് ആണ്. അതിൻ്റെ എൽ സി എഫ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി എ എൽ സി എം കൊണ്ട് അടിച്ചാൽ കിട്ടും. ഇനി എൽ സി എം ആണ് കിട്ടണമെന്ന് കരുതുക. എൽ സി എം ഓഫ് എ ബി ഈക്വൽസ് എ ഇൻറ്റു ബി ബൈ എച്ച് സി എഫ് ഓഫ് എ ബി. അപ്പോൾ എ ഇൻറ്റു ബി എൽ സി എം കൊണ്ട് അടിച്ചാൽ എച്ച് സി എഫ് കിട്ടും. എ ഇൻറ്റു ബി എച്ച് സി എഫ് കൊണ്ട് അടിച്ചാൽ എൽ സി എം കിട്ടും. അപ്പോൾ എച്ച് സി എഫും കിട്ടും, എൽ സി എമ്മും കിട്ടും. എക്സാമ്പിൾ: find HCF of 306,657. HCF of 306,657 is equal to 9. Find LCM. അപ്പോൾ LCM equals A into B divided by HCF. A into B 306 into 657 divided by 9. 9 306 വെട്ടിപ്പോകും. 3 27 4 34. അപ്പോൾ 34 into 657 22 382. അപ്പോൾ എച്ച് സി എം പറയാമെങ്കിൽ എൽ സി എം കിട്ടും. ഇനി ഇതേപോലെ തിരിച്ചും ചെയ്യാം. ഏതെങ്കിലും രണ്ട് സംഖ്യയുടെ എൽ സി എം തന്നാൽ എച്ച് സി എഫ് കണ്ടുപിടിക്കാം. അത് തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഇഫ് 6 raised to n can end with the digit 0. Check whether 6 raised to n can end with 0. ഇത് പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യയാക്കി മാറ്റാൻ പറ്റുമെന്ന്. ഫോർ എനി നാച്ചുറൽ നമ്പർ n. ഈ n ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നാച്ചുറൽ നമ്പർ കൊടുത്താൽ ഇത് 0-യിലുള്ള സംഖ്യയാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ആൻസർ ഇഫ് 6 raised to n can end with 0. End with 0. One prime factor is 5. അല്ലേ? 0-ൽ അവസാനിക്കുന്ന സംഖ്യയുടെ എല്ലാം ഒരു പ്രൈം ഫാക്ടർ 5 ആയിരിക്കും. ഇത് 5 ആയിരിക്കും. ഇനി 6 raised to n is equal to, ഇതിനെ പ്രൈമായിട്ട് തിരിക്കുക, 2 into 3 raised to n. 2 raised to n into
3 raised to n. ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ n കൊടുത്താൽ ഇവിടെ 5 വരുമോ? നോ നാച്ചുറൽ, അപ്പോൾ ഇവിടെ 5 കിട്ടില്ല. ഇഫ് no natural number n when apply in this, we cannot get a factor as 5. So no natural number n, answer is no natural number n for which 6 raised to n can n with 0. 0 ആവില്ല, കാരണം അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് 2, 3 ആണ്. 2ഉം 3ഉം 5 ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും 5 അതിനകത്ത് വരില്ല. ഇനി അടുത്തത് explain why 7 into 11 into 13 and 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5 are composite numbers. ഇത് രണ്ടും കോമ്പോസിറ്റ് നമ്പറാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഘടകങ്ങളാക്കി തിരിക്കാൻ പറ്റുന്നത്, രണ്ട് ഫാക്ടേഴ്സാക്കി തിരിക്കാൻ പറ്റുന്നത്. 7 into 11 ഇവിടെ ഉണ്ട് ഒരു 13 പ്ലസ് 13. 7 into 11 into 13 plus 13. 7 into 11 7 into 11 is equal to 77. അപ്പോൾ 77 into 13 plus 13 ആണ്. 13 പുറത്തെടുത്താൽ 77 plus 1 into 13 is equal to 78 into 30. അപ്പോൾ രണ്ട് സംഖ്യകളുടെ രണ്ട് ഫാക്ടേഴ്സിന് കിട്ടി. 178, 130. ഇനി 78നെ പ്രൈമായിട്ട് തിരിക്കാം. 78 2 39 3 30. അപ്പോൾ 2 into 3 into 13 സ്ക്വയർ. അതിന് 3 പ്രൈമർ 2 3 30 13 സ്ക്വയർ വരും. അപ്പോൾ ഇത് കോമ്പോസിറ്റ് നമ്പറാണ്. ഇനി രണ്ടാമത്തെ 7 into 6 into 5 into 4 into 3 into 2 into 1. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് 1 to 7 അത് കോമ്പോസിറ്റ് ആണോ നോക്കണം. Seven into 6 42. 42 into 5 210. 210 into 4 840. 840 into 3 2520. This into 2 so നമുക്ക് 5 പുറത്ത് കിട്ടണം. 5 പുറത്ത് കിട്ടണം. 7 into 6 42. ഇത് 4 into 3 into 2 24 into 1 അത് തന്നെ into 5 plus 5 ഇത് രണ്ടും ഒന്നിച്ചെടുക്കും. 7 into 6 into 4 into 3 അപ്പോൾ 42 into 12 അല്ല 2 ഉണ്ടല്ലോ 24. 7 into 6 42. 4 into 3 into 2 24. 24 into 42 42 24 ഉണ്ട് 809. Thank you.
1008 into 5 plus 5 നോട്ട്. ഇവിടെ 13 പൊതു വരുന്ന വിധത്തിൽ ഇതിനെ തിരിച്ചു, ഇവിടെ 5 പൊതുവായിട്ട് വരുന്ന വിധത്തിൽ. അപ്പോൾ 5 പുറത്തെടുത്തു. 5 പുറത്തെടുത്താൽ 1008 plus 1 into 5 equals 1009 into 5. ഇത് രണ്ടും പ്രൈമാണ്. 109 പ്രൈമാണ്, 5 പ്രൈമാണ്. അപ്പോൾ ഇതും രണ്ട് പ്രൈമുകൾ തമ്മിൽ ഗുണിക്കാൻ പറ്റുന്നു. അപ്പോൾ അതിനെയും ഘടകങ്ങളാക്കാം, ഫാക്ടേഴ്സ് ആക്കാം. ഇറ്റ് ഇസ് ഓൾസോ കോമ്പോസിറ്റ് നമ്പർ. നെക്സ്റ്റ് ഒരു ചോദ്യം. There is a circular path around a sports field. Sonia takes 18 minutes to drive one round of the field, while Devi takes 12 minutes for the same. Suppose they both start at the same point, same time, the same direction. After how many minutes will they meet again at the starting point? അപ്പോൾ സോണിയ 18 മിനിറ്റ്സ് എടുത്തു, രവി 12 മിനിറ്റ്സ് എടുത്തു. ഈ രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ, ഒരേ സമയം ഒരേ ഡയറക്ഷൻ, അങ്ങനെയാണെങ്കിൽ എത്ര മിനിറ്റ് അവർ രണ്ടുപേരാണെങ്കിൽ പരസ്പരം കാണുന്നു? അപ്പോൾ 18, 12, ഈ 18ൻ്റെയും 12ൻ്റെയും LCM ആണ്. The answer is the LCM of 18 and 12. 18, 12 LCM ആണ്. 2, 9, 6, 3, 3, 2. അപ്പോൾ 2 into 3, 2 square into 3 square, 36. They will meet at the 36th minute. Next, irrational numbers. നമ്മൾ ഇതുവരെയും പറഞ്ഞത് റാഷണൽ നമ്പേഴ്സാണ്. ഈ ഇറാഷണൽ നമ്പേഴ്സ്, റാഷണൽ അല്ലാത്തതൊക്കെ ഇറാഷണൽ. P/Q എന്ന് എഴുതാൻ പറ്റാത്തത്, P/Q Q not equal to 0, ഇങ്ങനെ എഴുതാൻ പറ്റാത്തതല്ല ഇറാഷണൽ നമ്പേഴ്സാണ്. എക്സാമ്പിൾ, ഇപ്പോൾ 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9. അപ്പോൾ √1 1, √4 2, √9 3. ഈ നാച്ചുറൽ നമ്പേഴ്സ് തന്നെ ഇതിന് ഇടയ്ക്കുണ്ട് √2 ഉണ്ട്, √3 ഉണ്ട്. ഇതിനിടയ്ക്ക് √5 ഉണ്ട്, √6 ഉണ്ട്, √7 ഉണ്ട്, √8 ഉണ്ട്. അതങ്ങനെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ P/Q എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും, നാച്ചുറൽ നമ്പേഴ്സാണ്. ഇതൊന്നും P/Q എന്ന രൂപത്തിൽ എഴുതാൻ പറ്റില്ല, ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ കൂടുതലും വരുന്ന ഇറാഷണൽ നമ്പേഴ്സ് റാഡിക്കൽസാണ്. √2, √3, √5, √6 എക്സെട്ര. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിനെ അതിൻ്റെ ഡയമീറ്റർ കൊണ്ട് അയച്ചാൽ കിട്ടുന്നതാണ് ഒരു സംഖ്യ. 3.14 എന്ന് നമ്മൾ ഏകദേശം വില കണക്കൂട്ടുന്ന സംഖ്യ, അതിന് പൈ എന്ന് വരെ. ഈ പൈ ഒരു റാഷണൽ നമ്പറാണ്. ഇനി നിങ്ങൾ പഠിക്കുന്ന സയൻസിൽ ഒരു നമ്പറാണ് അതൊരു റാഷണൽ നമ്പറാണ്. ഇങ്ങനെ കുറേ ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. റാഷണൽ നമ്പേഴ്സിനേക്കാളും കൂടുതലാണ് റാഷണൽ നമ്പേഴ്സ്. കൂടുതൽ സംഖ്യകളും റാഷണൽ അല്ല, ഇറാഷണലാണ്.
ഇനി ആദ്യം റൂട്ട് ടു റാഷണൽ ആണെന്ന് തെളിയിക്കുക. പ്രൂവ് ദാറ്റ് റൂട്ട് ടു ഇസ് റാഷണൽ. അപ്പോൾ തെളിയിക്കണമെങ്കിൽ ആദ്യം റൂട്ട് റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുക. അസ്യൂം റൂട്ട് ടു ഈസ് റാഷണൽ. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഈസ് ഈക്വൽ ടു എ ബൈ ബി വെയർ എ ആൻഡ് ബി ആർ പ്രൈം ഇൻറ്റിജേഴ്സ്. രണ്ട് പ്രൈം നമ്പേഴ്സിനെ എയും ബിയും ആയിട്ട് എ ബൈ ബി എന്ന രൂപത്തിലാക്കിയാൽ അതാണ് റാഷണൽ നമ്പർ. റാഷണൽ നമ്പറിനെ അങ്ങ് തിരിക്കാം. റൂട്ട് എയും ബിയും പ്രൈം ആണെന്ന് കണക്കൂട്ടുക, എ ബൈ ബി ആണെന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ ഇത് രണ്ടും പ്രൈം ആകുമ്പോൾ എച്ച് സി എഫ് 1 ആയിരിക്കും. ഏത് പ്രൈം നമ്പറിൻ്റെ എച്ച് സി എഫ് 1 ആയിരിക്കും. കുറേ നമ്പറുകൾ അതിൻ്റെ പ്രൈം പരസ്പരം ബന്ധം ഉണ്ടാവില്ല, അതെല്ലാം എച്ച് സി എഫ് 1 വരുള്ളൂ. ഇനി രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. 2 റൂട്ട് 2 സ്ക്വയർ 2, ഇത് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആയി എന്ന് പറഞ്ഞാൽ 2b സ്ക്വയർ സമം എ സ്ക്വയർ. ഇനി let a is equal to 2c. Any integer c. അപ്പോൾ a സ്ക്വയർ എന്താവും? അപ്പോൾ 2b സ്ക്വയർ then 2b square is equal to 2 square c square. 2b. b square is equal to 2c square. That means c square നെ 2 കൊണ്ടായിരിക്കാം. അപ്പോൾ നിയമം അനുസരിച്ച് സി സ്ക്വയറിനെ 2 കൊണ്ടായിരിക്കുകയാണെങ്കിൽ 2 അതിൻ്റെ ഫാക്ടർ ആണെങ്കിൽ സിയുടെ ഫാക്ടർ ആവും. 2 ഈസ് എ ഫാക്ടർ ഓഫ് സി. ഇനി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 2 എന്ന് കൊടുക്കാം. അത് പറഞ്ഞാൽ 2 is a factor of b square. Therefore, 2 is a factor of b. ഇവിടെ c square is b by 2, b square by 2. അപ്പോൾ 2 സിയുടെ ഫാക്ടർ 2 ബിയുടെ ഫാക്ടർ. അപ്പോൾ കോമൺ ഫാക്ടർ ആവും. Therefore, 2 is a common factor of a and b. പക്ഷേ a and b, but we consider a and b are prime. This contradicts our statement. ഇത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിന് വിരുദ്ധമാണ്. ദാറ്റ് മീൻസ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. ഇതേപോലെ 5 ആണെങ്കിൽ ഇതേപോലെ തെളിയിക്കാം. റൂട്ട് 5 ഈസ് ഇറാഷണൽ. ഇതേപോലെ തന്നെ റൂട്ട് 5 എ ബൈ ബി ആക്കുക, 2 സ്ക്വയർ ചെയ്യുക. അപ്പോൾ റൂട്ട് 5 ഇറാഷണൽ തെളിയിക്കണമെങ്കിൽ ഇതേപോലെ ലെറ്റ്
റൂട്ട് 5 is equal to a by b. എയും ബിയും പ്രൈമ് HCF 1. അപ്പോൾ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുക. 5 സമം a സ്ക്വയർ ബൈ b സ്ക്വയർ. അപ്പോൾ 5b സ്ക്വയർ is equal to a സ്ക്വയർ. ലെറ്റ് a is equal to 5c എന്ന് കൊടുക്കുക. നേരത്തെ 2c എന്ന് കൊടുത്തതിന് പകരം 5c. അപ്പോൾ 5b സ്ക്വയർ 5 സ്ക്വയർ c സ്ക്വയർ ആകും എന്ന് പറഞ്ഞാൽ 25c സ്ക്വയർ ആകും. അപ്പോൾ b സ്ക്വയർ 5c സ്ക്വയർ 5 ബിയുടെ ഫാക്ടർ ആവും. സി സ്ക്വയർ ബി സ്ക്വയർ ബൈ 5 എന്ന് പറയാം. ബി സ്ക്വയറിന്റെ ഫാക്ടർ ആവും. സി സ്ക്വയറിന്റെ ഫാക്ടറായ സിയുടെ ഫാക്ടർ ആവും. ബി സ്ക്വയറിന്റെ ഫാക്ടറാണ് 5 എങ്കിൽ ബിയുടെയും 5 ആവും. അപ്പോൾ ഇതുപോലെ തന്നെ കോമൺ ഫാക്ടർ 5 വരും. അത് നമ്മൾ പ്രൈമായിട്ട് എടുത്തത് അതിന് കോൺട്രാഡിക്റ്റ് ചെയ്യും. അതുകൊണ്ട് റൂട്ട് 5 റേഷൻ. ഇനി ഏതിനെ വേണമെങ്കിൽ നമുക്ക് റേഷനാക്കി മാറ്റാം. ഇതുവരെ നമ്മൾ പറഞ്ഞത് HCFും LCMും തമ്മിലുള്ള റിലേഷൻ ആണ്. അത് രണ്ട് സംഖ്യകളിലാണ്. ഇനി അത് 3 സംഖ്യയിലേക്ക് എടുക്കാം. LCMും HCFും 3 സംഖ്യകളാണെന്ന് എഴുതുക. നമുക്കൊരു PQR എന്ന് കൊടുക്കും. അപ്പോൾ LCM of PQR അതിൻ്റെ ഫോർമുല ഉണ്ട്. P into Q into R into HCF of PQR. P into Q into R into HCF of PQR divided by HCF of PQ into HCF of QR into HCF of PR. അപ്പോൾ P ഇൻറ്റു Q ഇൻറ്റു ആറിനെ HCF കൊണ്ട് പിടിക്കുക. എന്നാൽ ഹരിക്കേണ്ടത് PQവിൻ്റെ HCF, QR-ൻ്റെ HCF, PR-ൻ്റെ HCF. ഇത് തമ്മിൽ ഹരിച്ചാൽ HCF കിട്ടും PQR. ഇനി HCF ആണെങ്കിൽ ഇവിടെ P ഇൻറ്റു Q ഇൻറ്റു R ഇൻറ്റു LCM ഓഫ് PQR divided by LCM PQ into LCM QR into LCM PR. ഇതാണ് ജനറൽ ആയിട്ടുള്ള 3 എണ്ണാണികളുടെ ഫോർമുല. സാധാരണ അതനുസരിച്ച് ചോദ്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷേ ഇവിടെ ഈ ഫോർമുല ഓർത്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് യൂണിറ്റ് പോളിനോമിയൽസ്. പോളിനോമിയൽസ് ഇതിനകത്തൊക്കെ ടേംസിൻ്റെ എണ്ണമാണ് നോക്കണം, വേരിയബിൾസിൻ്റെ. അപ്പോൾ ഒരു വേരിയബിൾ ഉള്ളൂ എന്ന് കരുതുക, അതിന് പറയണം മോണോമിയൽ. A 2A. ഇനി 2 വേരിയബിൾസ് വന്നു കരുതുക, ബൈനോമിയൽ. 2A പ്ലസ് B. 2 ടേംസ്, ഒരെണ്ണം ഉണ്ടെങ്കിൽ മോണോമിയൽ, 2 എണ്ണം ഉണ്ടെങ്കിൽ ബൈനോമിയൽ. ഇനി 3 എണ്ണം ഉണ്ടെങ്കിൽ 3 ട്രൈനോമിയൽ. 2A plus 3B plus C.
മൂന്നെണ്ണം പ്ലസ് പ്ലസ് വെച്ച് കൊടുത്തു. ഒരെണ്ണം ഉണ്ടെങ്കിൽ മോണോമിയൽ, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ബൈനോമിയൽ, മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ട്രൈനോമിയൽ. ഇനി അതിൽ കൂടുതൽ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, മൊത്തത്തിൽ പോളിനോമിയൽ എന്ന് പറയും. അതിന് ടേംസിൻ്റെ എണ്ണം കൂടിയാൽ അതിന് പോളിനോമിയൽ എന്ന് പറയും. ഇനി ഇപ്പോൾ ഈ കാണിച്ച പോളിനോമിയലിനെല്ലാം ഡിഗ്രി 1 എന്ന് പറഞ്ഞാൽ അതിലെ വേരിയബിളിൻ്റെ പവറാണെന്ന് പറഞ്ഞാൽ K1. ഇനി 3 വേരിയബിൾ ഉണ്ടെങ്കിൽ 3 പദങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പവർ വരുന്ന ഏതിനാണോ അതിൻ്റെ ആ പവറായിരിക്കും പോളിനോമിയലിൻ്റെ പവർ. ഇപ്പോൾ 3x² പ്ലസ് 2y പ്ലസ് 1, ഇവിടെ പവർ 2, ഇവിടെ പവർ 1, ഇവിടെ പവർ ഇല്ല. വേണമെങ്കിൽ y കൊടുത്താൽ y റൈസ് ടു 0 എന്ന് വരും. ഏത് വേരിയബിളിൻ്റെയും പവർ 0 ആയാൽ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ എത്ര വേണമെങ്കിലും കൊടുക്കാം. ഇത് വേണമെങ്കിൽ x റൈസ് ടു 0, y റൈസ് ടു 0, z റൈസ് ടു 0 എത്ര വേണമെങ്കിലും കൊടുക്കാം. 0 ആയിരിക്കും. അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടേ വരുള്ളൂ, 1 മാത്രമേ വരൂ. അപ്പോൾ ഇവിടെ ഏറ്റവും ടോപ്പ് ഇവിടെയാണ്. അതുകൊണ്ട് ഇത് പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഇനി 3a³ മൈനസ് 2b² മൈനസ് b പ്ലസ് 1, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 0. കൂടുതൽ 3 ആയതുകൊണ്ട് ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി പവർ 3 ആയി. തേർഡ് ഡിഗ്രി പോളിനോമിയൽ. ഇത് ഫസ്റ്റ് ഡിഗ്രി, ഇത് സെക്കൻഡ് ഡിഗ്രി, ഇത് തേർഡ് ഡിഗ്രി. ഫസ്റ്റ് ഡിഗ്രിക്ക് ലീനിയർ പോളിനോമിയൽ എന്ന് പറയും. സെക്കൻഡിന് ബൈനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പോൾ അതിൻ്റെ കോഡിലേക്കാണൊക്കെ സാധാരണ അതിൻ്റെ പവറായിട്ട് പറയുള്ളൂ. ഇനി പോളിനോമിയലിലെ സാറ് നമ്മൾ സൂചിപ്പിക്കുന്ന അതിൻ്റെ വേരിയബിൾ വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഒരു വേരിയബിൾ മാത്രമുള്ള പോളിനോമിയലാണെന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ വേരിയബിൾ 3x² പ്ലസ് 2x പ്ലസ് 1 ഒരു വേരിയബിളുള്ളൂ, എക്സ്. തൽക്കാലം നമ്മൾ അത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഉപയോഗിക്കുന്ന വേരിയബിൾ എക്സ് ആണ്. അതിന് പി ഓഫ് എക്സ് എന്ന് പറയും. ഇനി ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പേര് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നമ്മളത് പരിഗണിക്കുന്നില്ല. നമ്മൾ പരിഗണിക്കുന്നത് ഒരു വേരിയബിൾ മാത്രമുള്ളത്, അതിൻ്റെ പവർ ഇങ്ങനെ മാറും. ഇത് പി ഓഫ് എക്സ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഇനി 5x മൈനസ് 1 ഇതിന് വേണ്ടി പി എക്സ് എന്ന് കൊടുക്കും, ഫസ്റ്റ് ഡിഗ്രി. ഇനി വൈയിൽ വെച്ചറിഞ്ഞ കൊടുക്കുക 2y² മൈനസ് 3y പ്ലസ് 1. ഇത് പോളിനോമിയൽ വേരിയബിൾ y. ഇനി പോളിനോമിയലിന് ഒരു വാല്യൂ ഉണ്ടാവും. ഈ വേരിയബിളിന് ഒരു വാല്യൂ കൊടുത്തു തരിക. അപ്പോൾ പി ഓഫ് എക്സ് 3x² പ്ലസ് 2x പ്ലസ് 1 ആണെങ്കിൽ പി ഓഫ് 1 എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പോൾ 3 × 1² പ്ലസ് 2 × 1 പ്ലസ് 1. വേരിയബിൾ പോയി ഒരു സംഖ്യയിലേക്ക് എത്തും. 3 × 1 പ്ലസ് 2 × 1 പ്ലസ് 1. 3 × 1 2 × 1 പ്ലസ് 1. 3 പ്ലസ് 2 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 6. ഈ പോളിനോമിയലിൻ്റെ ഒരു വാല്യൂ എക്സ് 1 ആവുന്ന വിധത്തിലുള്ള വാല്യൂ. ഇനി എക്സ് 2 ആണെന്ന് എഴുതുക, വാല്യൂ മാറും. പി ഓഫ് 2 3 × 2² പ്ലസ് 2 × 2 പ്ലസ് 1. ഇതിന് പറഞ്ഞ കോഎഫിഷ്യൻ്റ് എന്നാണ്. ഇത് വേരിയബിൾ, ഈ വേരിയബിളിൻ്റെ തൊട്ടിപ്പുറം അതിൻ്റെ കോഎഫിഷ്യൻ്റ്. ഇപ്പോൾ 3x² എന്ന് പറഞ്ഞാൽ ശരിക്കും x² പ്ലസ് x² പ്ലസ് x². എത്ര തവണ x²നെ ആഡ് ചെയ്യുന്നുണ്ടോ അതാണ് അതിൻ്റെ കോഎഫിഷ്യൻ്റ്. 2x പറഞ്ഞാൽ x പ്ലസ് x. ഇത് കോൺസ്റ്റൻ്റാണ് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് മാത്രമേ ഉള്ളൂ, വേരിയബിൾ ഇല്ല. അപ്പോൾ പി ഓഫ് 2 ഈ വേരിയബിളിൽ മാത്രമേ വാല്യൂ കൊടുക്കുള്ളൂ, ഇത് മാറില്ല. 3 to 1 അതങ്ങനെയാണ്. അപ്പോൾ പി ഓഫ് 2 3 × 4 12, 2 × 2 4 പ്ലസ് 1 16 17 വരും. അപ്പോൾ പി ഓഫ് 1 ഒരു വാല്യൂ 6, x1 ആണെങ്കിൽ, x2 ആണെങ്കിൽ വേറൊരു വാല്യൂ 17. ഇതൊക്കെ പോളിനോമിയലിൻ്റെ വാല്യൂ ആണ്. ഇനി 0 വരും.
പി ഓഫ് 0. അപ്പോൾ 3 into 0 square plus 2 into 0 plus 1. ഇത് 0, ഇത് 0, ഇത് 1. അപ്പോൾ ഏത് പോളിനോമിയലിൻ്റെയും പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ ആ കോൺസ്റ്റന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള വേരിയബിൾ എല്ലാം 0 ആയിരിക്കും. അപ്പോൾ ഏത് പോളിനോമിയലും കൊടുക്കും. അപ്പോൾ 5p² plus 2p plus 3 പോളിനോമിയൽ ഇൻ p of p of 0 ഇത് 0 ആവും, ഇത് 0 ആവും, 3 മാത്രമേ വരും. ഇനി പോളിനോമിയൽ p of 1 എന്ന് പറഞ്ഞാൽ ഈ കോഎഫിഷ്യന്റ് ടോട്ടൽ ആയിരിക്കും. p of 1 3 plus 2 plus 1 6. ഇനിയിപ്പോൾ 3x² minus 2x plus 1 ആണെന്ന് എഴുതുക പോളിനോമിയൽ. p of 0 ഉം p of 1 ഉം കണ്ടുപിടിക്കാൻ എളുപ്പം. p of x 3x² minus 2x plus 1. p of 1 എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് മാത്രം, അതിൻ്റെ ചിഹ്നം 3 minus 2 plus 1. 3 minus 2 plus 1 2 വരും. p of 0 ആ കോൺസ്റ്റന്റ് മാത്രം. p of 0 എന്ന് പറഞ്ഞാൽ ഏത് പോളിനോമിയലിൻ്റെയും p of 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരിയബിൾ എല്ലാം 0 ആയാൽ ആ കോൺസ്റ്റന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി വേരിയബിൾ 1 കൊടുത്തെങ്കിൽ വേരിയബിളൊക്കെ 1 ആയിപ്പോൾ അപ്പോൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ഹാഫ് സംഖ്യ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റെയും അതിൻ്റെ ചിഹ്നവും മാത്രം നോക്കിയാൽ ബാക്കി ഏതും വാല്യൂ കൊടുക്കേണ്ടി വരും. Example, find the following values of polynomials. 1. P of x is equal to 3x cubed plus 2x square plus x minus 2. 1. P of 0 2. P of 1 3. P of 2 4. P of negative 1. അപ്പോൾ P of 0 കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം. കോഎഫിഷ്യൻ്റ് ഈ വേരിയബിൾ എല്ലാം പോയി -2. P of 1 അതിൻ്റെ കോഎഫിഷ്യൻ്റ് മാത്രം 3 plus 2 പ്ലസ് വെറുതെ എക്സ് എഴുതിയാൽ കോഎഫിഷ്യൻ്റ് 1 ആണ്. 1 minus 2 2 പോയി 3 plus 1 4. P of 1 4. P of 2 അത് വാല്യൂ കൊടുക്കും. P of 2 P of 2 3 into 2 cube plus 2 into 2 square plus 2 minus 2. കോഎഫിഷ്യൻ്റ് ഒന്നും മാറില്ല. 3 plus 2 plus 1 minus 2. പ്ലസ് 1 ആണ് എഴുതിയില്ല എന്നുള്ളൂ. അപ്പോൾ 3 into 2 cube 8 plus 2 into 2 square 4 plus 2 minus 2. 3 into 2 8 24. 2 into 4 8 plus 2 minus 2. 2 2 പോയി. അപ്പോൾ 32. P of 2. ഇനി നമുക്ക് കാണുന്നത് P of -1 നെഗറ്റീവ് വാല്യൂ വരും. 3 into -1 cube plus 2 into -1 square plus -1 minus 2. അപ്പോൾ നെഗറ്റീവാണ് വാല്യൂ വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം, തെറ്റുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് അതിൻ്റെ ക്രിയ ചെയ്ത് കഴിയുന്നവരെല്ലാം ബ്രാക്കറ്റിൽ കൊടുക്കുക. 3 into 3 മാറില്ല. 1ൻ്റെ ക്യൂബ് 1 -1 ആണ്. ഇപ്പോൾ ഒരു നെഗറ്റീവ് സംഖ്യയുടെ പവർ ഇരട്ട സംഖ്യയാണെങ്കിൽ ഈവൻ ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും.
ഇപ്പോൾ 2 ആണെങ്കിൽ -1 ഇൻറ്റു -1 പ്ലസ് 1, മൈനസിനെ മൈനസ് കൊണ്ട് പിടിച്ചാൽ പ്ലസ് ആവും. 3 വരുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് ഇൻറ്റു മൈനസ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. അപ്പോൾ ഇവിടെ ഈ ഓഡ് സംഖ്യ ആണെങ്കിൽ മൈനസ് ആയി, പ്ലസ് ഇതിവിടെ കഴിഞ്ഞു. 2 ഇൻറ്റു -1 സ്ക്വയർ, 1 സ്ക്വയർ 1, ഇത് ഈവൻ ആയതുകൊണ്ട് പോസിറ്റീവ്, പ്ലസ് -1 പ്ലസ് -1 എന്ന് പറഞ്ഞാൽ -1 മൈനസ് പ്ലസ് ഓഫ് മൈനസ് മൈനസ്. 3 ഇൻറ്റു -1 -3, 2 ഇൻറ്റു 1 2, -1 -2. അങ്ങനെ നമുക്ക് നെഗറ്റീവ് ഇല്ലാതെ കൂട്ടാം. 3 1 4 2 6 -6 പ്ലസ് 2. നെഗറ്റീവും പോസിറ്റീവും കൂട്ടുക എന്ന് പറഞ്ഞാൽ വ്യത്യാസം കാണാം. 6 - 2 4, വലുതിൻ്റെ രീതി. അപ്പോൾ P of -1 -1. ഈ ഹോംവർക്ക് P of x equals 2x cube minus x square plus x minus 7. Find P of 0, P of 1, P of -1, P of -2, P of 3. ഇത് ഹോംവർക്കാണ്. ഇനി സീറോ ഓഫ് പോളിനോമിയൽ, സീറോ ഓഫ് പോളിനോമിയൽ, സീറോസ്, സീറോസ് ഓഫ് പോളിനോമിയൽ. ഒരു പോളിനോമിയലിന്റെ വാല്യൂ 0 ആവുന്ന എപ്പോഴാണോ അതിനാണ് സീറോ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, P of x is equal to x square minus 3x minus 1. നമ്മൾ P of -1 കണ്ടു എന്ന് എഴുതുക. -1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു -1 മൈനസ് 4, -1 സ്ക്വയർ 1 ഈവൻ ആയതുകൊണ്ട്, -3 ഇൻറ്റു -1 പ്ലസ് 3 -4 -4 0. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ വേരിയബിളിൽ -1 എന്ന് പേര് കൊടുത്തപ്പോൾ എൻ്റെ ആൻസർ 0 ആയിരിക്കും. അപ്പോൾ ഈ P of -1 എന്ന വാല്യൂവിനാണ് ഈ പോളിനോമിയലിൻ്റെ 0 എന്ന് പറയുന്നത്. സീറോ ഓഫ് ദിസ് പോളിനോമിയൽ എന്നുവെച്ചാൽ പോളിനോമിയലിനെ 0 ആക്കുന്ന വാല്യൂ എന്താണോ അതിനാണ് അതിൻ്റെ 0 എന്ന് പറയുന്നത്. സീറോ ഓഫ് ദ പോളിനോമിയൽ. അപ്പോൾ വേറെ ഉണ്ട്, ഈ പോളിനോമിയൽ തന്നെ P of 1 മാത്രമല്ല 0, കുറേ വിലകളുണ്ടാവും 0. നമ്മൾ കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. P of 4, 4 square minus 3 into 4 minus 4, 4 square 16, minus 3 into plus 4 minus 12 minus 4, 0. അപ്പോൾ P of 4 is also another 0 of the polynomial. ഈ പോളിനോമിയൽ വേറൊരു 0 ആണ് 4. ഇനി ഒരു പോളിനോമിയലിൻ്റെ 0 കണ്ടുപിടിക്കണമെങ്കിൽ അതിനൊരു മാർഗമുണ്ട്. 0ക്ക് ഒരു വില ഇപ്പോൾ ഒരു പോളിനോമിയൽ എടുക്കുക, AX പ്ലസ് B. എയും ബിയും നാച്ചുറൽ നമ്പേഴ്സാണ്, പ്രൈം നമ്പേഴ്സ്. പ്രൈം ആവണമെന്നില്ല, നാച്ചുറൽ നമ്പേഴ്സ്. എയും ബി അതിൻ്റെ കോഎഫിഷ്യന്റ്, എക്സ് പോളിനോമിയലിൻ്റെ വേരിയബിൾ P of x. അപ്പോൾ നമുക്ക് വേണ്ടത് P of x ഒരു K എന്ന വാല്യൂ ആണ്. ഇഫ്
K is the zero of the pole of Px. Pxന്റെ 0k ആണ് എഴുതുക എന്ന് പറഞ്ഞാൽ P of k അവിടെ കൊടുത്താൽ 0 കിട്ടും. എക്സിന് k എന്നാരോ കൊടുക്കാം. Therefore a into k plus b is equal to 0. അപ്പോൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എ കെ ഈക്വൽസ് ബി ഇപ്പുറത്തേക്ക് എടുക്കും മൈനസ് ബി. കെ ഈക്വൽസ് മൈനസ് ബി ബൈ. ഇതാണ് ഒരു പോളിനോമിയലിന്റെ സീറോ ഓഫ് എ പോളിനോമിയൽ ax plus b is minus b by a. കോൺസ്റ്റന്റ് ന്യൂമറേറ്ററിലും എക്സിന്റെ കോഎഫിഷ്യന്റ് ഡിനോമിനേറ്ററിലും ഒരു മൈനസ്. ഇതാണ് അതിന്റെ സീറോ പോളിനോമിയൽ. അപ്പൊ ഏത് പോളിനോമിയലിന്റെയും സീറോ പോളിനോമിയൽ കണ്ടുപിടിക്കാം. ഇനി ഇത് ക്വാഡ്രാറ്റിക് ആണെന്ന് എഴുതാം. If p of x is equal to ax square plus bx plus c, p of x is equal to 0. ax square plus bx plus c, a0 square, a into, let k is the 0 of the polynomial. അപ്പോൾ p of k equals a into k square plus b into k plus c is equal to 0. Therefore a k square plus bk plus c is equal to 0. ഇതിൽ നിന്ന് കെയുടെ വില കണ്ടുപിടിക്കണം. അത് ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട് അത്ര എളുപ്പത്തിൽ കിട്ടില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏത് പോളിനോമിയലിന്റെയും ഈ കെ ഏത് വിലയാണോ സ്വീകരിക്കുന്നത് ആ കെ എക്സ് പ്ലസ് ബി ആണെങ്കിൽ മാസം മൈനസ് ബി ചെയ്യാം. മറ്റൊക്കെ ആണെങ്കിൽ വേറെ ഓരോ സംഖ്യകൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് പഠിക്കും. അപ്പോൾ അതാണ് സീറോസ് ഓഫ് പോളിനോമിയൽ. ഇനി സീറോ ഓഫ് പോളിനോമിയൽ കൂടുതലും തന്നെ ജോമെട്രിയിലാണ്. അപ്പം ജോമെട്രിക്കിൽ അതിൻ്റെ സ്കെച്ച് കിട്ടും. എന്താണ് സ്കെച്ച്? പോളിനോമിയലിൻ്റെ ഒരു സ്കെച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 3x പ്ലസ് 2 ഇതാ പോളിനോമിയൽ എന്ന് പറയുക. ഇതാ പോളിനോമിയൽ എന്ന് എഴുതുക. നമുക്ക് അതിന് y എന്ന വാല്യൂ ഉണ്ട്. ഒരു ഗ്രാഫിൽ വരക്കണമെങ്കിൽ 2 പോയിന്റ് വേണം. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എക്സ് ആക്സിസ്, ഇവിടെ ഒരു വൈ ആക്സിസ്. എക്സിന് ഒരു വാല്യൂ ഉണ്ടാവണം, വൈക്ക് ഒരു വാല്യൂ ഉണ്ടാവണം. അങ്ങോട്ട് ഓരോ പോയിന്റ് ആയിട്ട് കാണും. അതിൽ ഓരോ പോയിന്റ് എക്സിനെയും വൈൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിന് y ഈസ് ഈക്വൽ ടു 3x പ്ലസ് 2 എന്ന് കൊടുക്കുക. എക്സിൻ്റെ ഓരോ വാല്യൂ അനുസരിച്ച് വൈക്ക് വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചേർത്ത് കിട്ടുമെന്ന് എഴുതാം. എക്സ് വൈ എക്സ് ഈസ് ഈക്വൽ ടു 0. എക്സിന് 0 കൊടുക്കും. അപ്പോൾ വൈ എത്രയായിരിക്കും? 3 into 0 plus 2. 0 plus 2 2. y 2 ആയിരിക്കും. എക്സിന് 1 കൊടുക്കുക. 3 into 1 3 plus 2 5. എക്സിന് -1 കൊടുക്കുക. 3 into -1 -3 plus 2 -1. അപ്പോൾ 3 പോയിന്റ് കിട്ടും. നമ്മൾ അത് ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യാം. തൽക്കാലം ഇതിങ്ങനെ എഴുതാം. 0 5 1 5 -1 -1. ഇനി ഒരു ഗ്രാഫിൽ വരാറുണ്ട്.
ഇതാണ് ഗ്രാഫ്. ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇവിടെ 0 1 2 3 4 5 6 7. ഇപ്പോഴത്തേക്ക് -1 -2 -3 -4 -2. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചു നമ്മൾ സങ്കല്പിക്കുക. അത് മുകളിലോട്ട് പോസിറ്റീവ് 1 2 3 4 5. ഇത് 0 എന്നത് വെച്ചിട്ട് ഇത് നമ്പർ ലൈൻ ഇങ്ങനെ 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചു. അപ്പോൾ ഈ പോസിറ്റീവ് മുകളിൽ ഒരു നെഗറ്റീവ് താഴെ വരും. -2 -3 -4 0 5 0 5. ഇത് 1 5 1 5 1 5 -1 1 -1 -1 0 5 1 5 1 0 2 1 0 2 1 5 0 2 1 5. അത് മാറിപ്പോയി. ഇത് 0 2 ആണ്. 3x + 2 കൊടുത്ത് മാറിപ്പോയി. എക്സ് വൈ 0 2 1. -1 5 0 2 1 5 -1 -1 0 5 0 2 ഇവിടെ വരും. 1 5 ഇവിടെ വരും. അത് രണ്ടിനും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അത് മിക്കവാറും കടന്നു പോകുന്ന 0 -1 -1 ലൈൻ. ഇനി ഏത് പോയിട്ട് കണ്ടാലും അതൊക്കെ ഈ ലൈനിലേക്ക്. ഇനി 3x + 2 ഇത് 2 കൊടുക്കുന്നു എഴുതാം. 3 2 6 6 8 2 8 2 വരുമ്പോൾ മിക്കവാറും 8 അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലൈനായിരിക്കും. അതാണ് 3x + 2 ഗ്രാഫ്. ഇങ്ങനെയാണ് ഏത് ലീനിയർ ഇക്വേഷനിലും ഗ്രാഫ് കിട്ടും. ലീനിയർ ആണെങ്കിൽ ലൈനായിരിക്കും. ഇനി അതൊരു ക്വാഡ്രാറ്റിക് ആണെന്ന് എഴുതാം. മിക്കവാറും ഇങ്ങനെയായിരിക്കും ഒരു കർവ്. അപ്പോൾ അതിൻ്റെ വിശദീകരണം നെക്സ്റ്റ് ക്ലാസ്, അടുത്ത ക്ലാസ്. ഹെഡിങ് എഴുതിയാൽ ജോമെട്രിക് മീനിങ് ഓഫ് zeros of polynomials. Zeros of polynomials. അടുത്ത ക്ലാസ്.